ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ മോർണിംഗ് 4:12 ആയപ്പോൾ നമ്മൾ മലയെങ്കിൽ ബ്യൂട്ടി പാർലറിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ദേ വരുന്നതാണ് ഫ്രൈഡേ. ബാക്കിലിട്ട് ചിന്തിച്ചു. സോ ഗൈസ്, ഇതാണ് ബ്രൈഡ്. ആ ശരിയാ, എഴുന്നേക്കുമ്പോ തലയ്ക്ക് മതിയായ കഥയായിരിക്കും. കല്യാണ വീട്ടിൽ ആദ്യം വണ്ടി ഓടുന്നത് ഇതിനായിരിക്കൂലേ? കൊറേ ഉണ്ടാവൂലോ. വന്നേക്കണ ചെല്ലു, ഒരുങ്ങി ഇറങ്ങി. ബിഫോർ ഇവിടെ ഇല്ല കട. പിന്നെന്താണോ എടുക്കാം ട്രൈപോഡ് കാരണം കൈ പിടിക്കാൻ പറ്റില്ല. വേറെ തുറന്നിട്ടില്ലല്ലേ? മിനിമൽ മേക്കപ്പ് ആണ് ചിക്കു. സോ ഗൈസ്, ചിക്കുവിന്റെ നോർമൽ മേക്കപ്പ് ആണ് ഇനി നമ്മൾ കാണുന്നത്. ഇതാണ് ചിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചിക്കുവിനും തമ്മിൽ വലിയ കണ്ടുപരിചയമൊന്നുമില്ല. നമ്മള് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ എത്രാമത്തോടെ കാണുന്നത്? ആദ്യം വന്നിട്ടാണ് കാണുന്നത്. 2022 കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഉണ്ണിയാഴ്ചയിലാണ് അന്നാ കാണുന്നത്. പിന്നെ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നേ. പിന്നെ ഇന്നലെ ഞങ്ങൾ വന്നേ, മിനിഞ്ഞാന്ന് വൈകുന്നേരം. സോ അങ്ങനെ ചിക്കുവിനെ ഒരുക്കുന്നത് ഡി സലൂൺ, മലയൻകീഴുള്ളൊരു ഷോപ്പാണ്. ഇതാണ് ആ ഷോപ്പ്. എല്ലാവിധ എന്താ പറയുക, എല്ലാ പരിപാടിക്കും ഉള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്തു കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. സോ ഇനി നേരെ ചിക്കുവിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു എന്താ പറയുക, വെളുപ്പിൽ എഴുന്നേറ്റ് മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെ ഇത്രയും നാളിനായിട്ട് വരുന്നത്. സോ ബാക്കി നമുക്ക് നോക്കാം. അകത്തേക്ക് കയറണം. എന്തിനാണ് സോ ഗൈസ്, അങ്ങനെ നമ്മൾ ചിക്കുനെ
അവിടെ എന്താ ബ്യൂട്ടി പാർലറിൽ കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 8 മണിയോട് ആവും എന്നാണ് പറഞ്ഞത്. സോ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വന്നത്. ഓക്കെ. സോ ഗൈസ്, ഫൈനലി നമ്മൾ കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടിരിക്കണം. എല്ലാവരും ഓരോരുത്തരായിട്ട് കാണിക്കാം. എല്ലാവരും വീഡിയോ എടുക്കണേ. വേണ്ട വീടിന്റെ വീഡിയോ ബാക്കിയുള്ളവരോട് ഒരുങ്ങും. അപ്പോൾ ഒരുങ്ങുന്നവരുടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. സോ അങ്ങനെ എല്ലാവരും ഫൈനലി ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ചേച്ചിയും ഫൈനലി റെഡിയായി. പിന്നെ ആരാ ഇനി വരാനുള്ളത്? അപ്പും വന്നിട്ടുള്ള കുഞ്ഞമ്മയും വന്നിട്ടുള്ള രണ്ടുപേരും ഇതുകൊണ്ട് വാതിൽ കൂട്ടാൻ പോയേക്കാന്ന് തോന്നുന്നു. ഇപ്പോൾ രണ്ടുപേരും വന്നു. അപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പു ഈസ് എ പൂക്കി കിട്ട്. ഒരു ചെറിയ പൂക്കിയും അല്പം സിഗ്മയും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത. ഫുൾ ടൈം ഫോൺ ഗെയിമിങ്, അതിനെപ്പോലെ തന്നെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മൂഡാണ് ആ ഒരു ഏജ്. സോ എല്ലാവരും ഇങ്ങനെ എങ്ങാണ്ടൊക്കെ കയറി. നമുക്ക് അവിടെ മുഹൂർത്തം വന്നത് 9:30-ക്കും 10:15 അടയ്ക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 9:50 എന്നാണ് തീർന്നത്. 9:57 ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ തട്ടേക്കാടിലിട്ട് വെച്ച് പിടിച്ചു. ദേഷ്യമായി തുടങ്ങിയല്ലോ. അതെന്താ ദേഷ്യം? പോയി ഒന്ന് നീന്തി കുളിച്ചോ. ബിസ്ക്കറ്റും ചായ. പിന്നെ താലികെട്ട് വളരെ വളരെ വളരെയധികം ഭംഗിയായിട്ട് തന്നെ നടന്നു. നമ്മൾ രാവിലെ ഫുഡൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ പുറത്ത് വന്നിരിക്കുകയാണ്. എന്നൊക്കെയുള്ളതെന്ന് പുള്ളി പറഞ്ഞേ? പൊറോട്ട, അപ്പം, ഇടിയപ്പം. പൊറോട്ട, അപ്പം, ഇടിയപ്പം ഉണ്ടോ? ഇടിയപ്പം പറയാം. അപ്പൂന് എന്താടാ വേണ്ടേ? എന്തേലും മതിയോ? ഇച്ചിരി വെള്ളം മേടിച്ച് അവരും കൂടെ വന്നിട്ട് എടുക്കാം. ഇന്നലത്തെ കല്യാണത്തിന്റെ പരിപാടി എങ്ങനെയായിരുന്നു? അതെ, പറ. ഡാൻസ് ഡാൻസിൽ എന്താ കുഴപ്പം? എന്താ പാട്ട് കളിച്ചാൽ കൊള്ളില്ല. പാട്ടൊക്കെയില്ല. ഡാൻസ് പിള്ളേര് വന്നപ്പോ ചാടി എഴുന്നേക്കുക അല്ലേ? അയ്യോ, ആ എനിക്ക് തോന്നുന്നത് ഫോൺ ഇങ്ങനെ പിടിക്കും, കണ്ണിങ്ങനെ മേളിലിട്ട് ഫുൾ ടൈം ഫോണാ. ഞാനോ? ഞാനാ. നീ കഴിയുമ്പോ അവൻ തുടങ്ങും, അവൻ കഴിയുമ്പോ നീ തുടങ്ങും. ബാലൻസ്. നേരമ്പോക്കുണ്ടോ? ഇതൊക്കെയല്ലേ നേരമ്പോക്ക്. വ്ലോഗ് ഫുൾ ടൈം ആണല്ലോ. ഈ രാവിലെ കച്ചേരി ഫാമിലി. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലിട്ട് പോയി. കാരണം ഫുഡ് അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഫുഡ്, പിന്നെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് നേരത്തെ ഇറങ്ങണം. 12:30 ആകുമ്പോൾ അവർക്ക് ഇറങ്ങണമായിരുന്നു. അപ്പോൾ അധികം നേരം അവരങ്ങനെ സ്പെൻഡ് ചെയ്തില്ല അവിടെ. ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങി. അതിനുശേഷം ഞങ്ങളും കഴിക്കാനായിട്ട് കയറിയായിരുന്നു. 2 കൂട്ടും പായസം കൂട്ടിയുള്ള ഒരു വളരെ 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 മികച്ച സദ്യയായിരുന്നു. ഈ പാവം കളിച്ച് പോണ പയ്യൻ റിസപ്ഷന് വരാത്തത് വളരെ വളരെ ഒരു ചെറിയ കാര്യം കൊണ്ടാണ്. വേറൊന്നുമല്ല, അവന് ഓണപ്പരീക്ഷ ഉണ്ടായിട്ടാണ് അവൻ റിസപ്ഷൻ വരെ നടക്കണത്. പക്ഷെ അവൻ ഇല്ലാത്തത് വളരെ 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 ശോകമായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി മിനിമലായിട്ടൊരു ചെറിയ ഗ്രൂം വീഡിയോ എടുത്തു. നേരെ എറണാകുളത്തിന്. ഇന്നലെ രാത്രി ലേറ്റായിട്ട് കിടന്നതുകൊണ്ടും രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ടും എല്ലാവരും വളരെ വളരെ ടയർഡായിരുന്നു. പിന്നെ കൂട്ടത്തിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത് ചേട്ടയാണ്. രാവിലെ നമ്മൾ ഗ്രൂം വീഡിയോ ചെയ്താൽ ഗ്രൂമിന് കൊണ്ടുപോയി വന്നു കഴിഞ്ഞ ശേഷം ചേട്ടയെ കുറച്ച് നേരം കിടന്നുറങ്ങി. കാരണം ഡ്രൈവിംഗ് ഉള്ള കാരണം, വണ്ടി ഫുൾ ഓടിക്കേണ്ട ചേട്ടയാണ്. അത് കാരണം അതിനുശേഷം ഞങ്ങൾ നേരെ ഏകദേശം എത്താറായി.
ഇവിടെ വന്നിറങ്ങിയപ്പോൾ മധ്യ പരിപാടി, ഫുള്ള് കളറ് പരിപാടി. സ്റ്റേജൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്റ്റേജ്. വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റേജും അവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന സംഭവങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഈ കുരപ്പ് വന്ന് കത്തണത് അത് വളരെ മികച്ചൊരു നല്ലൊരു കാഴ്ചയാണ്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയിരിക്കുക. കാരണം എല്ലാ പരിപാടിക്കും, ഇതിപ്പോൾ ക്ലാസ് റൂം ആയിക്കോട്ടെ, എന്തെങ്കിലും പരിപാടികളായിക്കോട്ടെ, എല്ലാ പരിപാടിക്കും ഫ്രണ്ടിലത്തെ ഒരു നിര ഒഴിച്ച് ബാക്കി പുറകിലത്തെ എല്ലാ നിര ഫില്ലായിരിക്കും. അതേ അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വേറെ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എന്തെങ്കിലും ഫ്രണ്ടിൽ ചെന്നിരുന്നു. പിന്നെ വളരെ തിരക്കായതിനാൽ നമുക്ക് ഫുഡിൻ്റെ വീഡിയോ അധികം അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഫുഡ് കൗണ്ടറിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. സോ നമ്മൾ ചുറ്റും പുറമൊക്കെ ഫുള്ളൊന്ന് ഓടിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നിർത്തി. അങ്ങനെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടായും ചേച്ചിയും പോകാനായിട്ട് റെഡിയായി. കറങ്ങി തന്നെ വളരെ യാദർച്ഛികമായി എൻ്റെ കൂട്ടുകാരൻ ആദർശിനെ ഞാൻ കണ്ടിട്ടു. പിന്നെ നമ്മൾ ബന്ധുക്കൾ. അതിനുശേഷം പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനെ ചെറുക്കന് കൈ പിടിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ അവിടുത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. അങ്ങനെ ചിക്കുവിനോടും കൂടി യാത്ര പറയട്ടെ നമ്മളവിടെ ഇറങ്ങിയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. വലിയ പരിപാടികൾ ഉണ്ടായിരുന്നത് നമുക്ക് തിരിച്ചു പോകാനുള്ള കാരണം 7 മണി വരെ ഏകദേശം നമ്മൾ പരിപാടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കാറിലാണ് വന്നത്, ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൂടെ. തിരിച്ചു പോകാൻ നമുക്ക് കാറിലാണ്, നമുക്ക് ബസ്സിലാണ് പോകേണ്ടത്. ഇനി ബസ്സിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, അതിൻ്റെ അകത്ത് മൊത്തം ആൾക്കാരാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഞാൻ ബസ്സിനല്ലേ, ട്രാവലറിനല്ലോ. ബസ് ഇവളുടെ വാക്കായിട്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ബസ്സിലെ തുള്ളൊരു രക്ഷയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും തുള്ളലോട് തുള്ളല്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തുള്ളിതാ. ചെക്കൻ അതിലും വലിയ തുള്ളല്. ചെക്കൻ ആദ്യം ഡാൻസ് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നേ. കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ലാസ്റ്റ് വീട് എത്താറപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് അടങ്ങി ഒതുങ്ങി കുറച്ചുപേര് ഉറങ്ങി വരെ പോയി. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. സോ അങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ 10-11 മണി കഴിയാണ്ട് നമ്മൾ എഴുന്നേറ്റില്ല. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് സ്വന്തമായി ചോറിനുള്ള കറി ഉണ്ടാക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുഞ്ഞായി പുറത്തൊക്കെ എറണാകുളത്ത് നിന്ന് പഠിച്ചാലും ഭയങ്കര കുക്കാട്ടോ. അതുകൊണ്ട് എന്തായി, പാനിൽ എണ്ണ തേക്കാണ്ട് മുട്ട നേരെ ഒരൊറ്റ ഒഴിക്കില്ല. ഞാൻ പറഞ്ഞു വീട്ടിൽ സാമ്പാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാം, അന്നത്തെ സാമ്പാറുണ്ടായി. സോ ഗൈസ്, അപ്പോൾ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. പാക്ക് ചെയ്തിട്ട് നേരെ ഇറങ്ങാണ്. അത് സെറ്റ്. ചാർജർ എടുത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.